ഒരു ക്ഷാമകാലത്ത് അബ്രാഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബ് തൻ്റെ ഉപജീവനത്തിനായി തൻ്റെ 12 മക്കളോടും കൊച്ചുമക്കളോടും വേലക്കാരോടും കൂടെ ഈജിപ്തിലേക്ക് കടന്നുപോയി. ഈജിപ്തിൽ അവർ നിലത്തിലെ പൊടി പോലെ വർദ്ധിച്ചു പെരുകി. അതിവേഗം തന്നെ ഇസ്രയേൽ എന്നു പേരുമാറ്റപ്പെട്ട യാക്കോബിൻ്റെ മക്കൾ ഈജിപ്തിലുള്ളവരെക്കാൾ വർദ്ധിച്ചു പെരുകി. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഫറവോൻ യാക്കോബിൻ്റെ മക്കളെ അടിമകളാക്കി. ഇഷ്ടികയുണ്ടാക്കുന്ന കഠിന വേല ചെയ്യുവാൻ അവരെ നിർബന്ധിച്ചു. അവിടെ എത്തി 300 വർഷം കഴിഞ്ഞപ്പോഴേക്കും അബ്രാഹാമിനോടും അവരുടെ പിതാക്കന്മാരോടും ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെ അവർ മറന്നുകളഞ്ഞു. തൻ്റെ ജനങ്ങൾ അപരിചിതമായ ഒരു രാജ്യത്തേക്ക് പോകുമെന്നും അവിടെ അവർ അടിമകളായിത്തീരുമെന്നും ദൈവം അബ്രാഹാമിനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല 400 വർഷങ്ങൾക്ക് ശേഷം ദൈവം ആ ദേശത്തെ വിധിക്കുമെന്നും തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അത് സത്യമാണ്. നാം വർദ്ധിച്ചു പെരുകുന്നത് ബറവോന് ഭയമാണ്. അതുകൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളെയും ബറവ കൊല്ലുന്നത്. ഈജിപ്തിലെ പുരുഷന്മാർ വളരെ ഉദാസീനരാണ്. എന്നാൽ നമ്മുടെ പുരുഷന്മാർ വളരെ ശക്തിയുള്ളവരും അധ്വാനികളുമാണ്. അവർ നമ്മളെ ഭയക്കുന്നു. അവരെന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നില്ല. ദൈവം അവനെ സംരക്ഷിക്കും. ബറവോന്റെ ശക്തിക്ക് മുന്നിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഇല്ല, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. യഹൂദന്മാർ അധികമാകുന്നതിനെ ഭയന്ന് നവജാതരാകുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഫറവോൻ തീരുമാനിച്ചു. അമ്മേ, അയൽക്കാരും പട്ടാളക്കാരും ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് എവിടെയാണെന്ന് ഞാൻ പറയേണ്ടത്? നീ അവരോട് സത്യം പറയുക. പട്ടാളക്കാരിടുന്നതിന് പകരം അവന്റെ സ്വന്തം അമ്മ തന്നെ അവനെ നദിയിൽ എറിഞ്ഞു പറയുക. അമ്മേ, ഇതിൽ വെള്ളം കയറില്ലാന്ന് ഉറപ്പാണോ? ഇത് കീല് പൂശിയതാണ്. അതുകൊണ്ട് വെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടക്കും. കുഞ്ഞാങ്ങളെ ഇനിയും നമുക്ക് കാണാൻ പറ്റുമോ? ഈജിപ്തുകാർ കണ്ടാൽ എന്താകും? ദൈവം അവനെ സംരക്ഷിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് നീ നോക്കുക. ഫറവോന്റെ പുത്രി കുളിക്കുവാനായി നദിയിലേക്ക് വന്നു. നോക്കൂ, ആ കൂടയിൽ നിന്നും കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നല്ലോ. ഓ, ഇവൻ സുന്ദരനാണല്ലേ. ഇവനൊരു എബ്രായ ശിശു ആയിരിക്കാം. ഇവന് വിശക്കുന്നുണ്ടാവും. ഇവനെ പരിപാലിക്കുന്നതിന് ആരെയെങ്കിലും കിട്ടിയാൽ ഞാൻ ഇവനെ വളർത്തും. ഒരു എബ്രായ പെൺകുട്ടി ഇവിടെയുണ്ട്. ഒരുപക്ഷെ കുഞ്ഞിനെ പരിചരിക്കുന്നതിന് ആരെങ്കിലും അവൾക്ക് പരിചയം ഉണ്ടാവും. അവനെ പരിപാലിക്കാൻ ആരെങ്കിലും കിട്ടുമോന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ. തന്റെ കുഞ്ഞിനെ നദിയിൽ എറിഞ്ഞു കളഞ്ഞ ഒരു എബ്രായ സ്ത്രീയെ എനിക്കറിയാം. അവൾക്ക് ഇപ്പോഴും വളരെയധികം പാലുണ്ട്. ഞാൻ എന്താണ് ഈ ചെയ്തത്? എനിക്ക് എന്റെ കുഞ്ഞിനെ ഇനി കാണാൻ കിട്ടുമോ? ദൈവം അവനെ പരിപാലിക്കുമോ? നിനക്ക് വേറെ വഴിയില്ല. എന്നേക്കുമായി അവനെ മറച്ചു വെക്കാനാവില്ല. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് പട്ടാളക്കാർ അവനെ കാണുകയും കൊല്ലുകയും ചെയ്യും. നീ നിന്റെ ദൈവത്തിലുള്ള ആശ്രയം വിട്ടുകളയാതിരിക്കുക. അമ്മേ, 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 ഫറവോന്റെ പുത്രി നദിക്കരയിൽ വന്ന് എന്റെ കുഞ്ഞാങ്ങളെ കണ്ടു. അവനെ അവളുടെ കുഞ്ഞായി വളർത്താൻ അവൾ ആഗ്രഹിക്കുകയാണ്. അവനെ പരിപാലിക്കാനായി ഒരാളെ അവൾ അന്വേഷിക്കുന്നുണ്ട്. അവരിപ്പോൾ ഇവിടേക്ക് വരും. നിത്യനായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിന്റെ കുട്ടി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. എന്നോട് ക്ഷമിക്കണം. ഇവനെ എനിക്ക് നദിയിൽ നിന്ന് കിട്ടിയതാണ്. ഇവനെ ശുശ്രൂഷിക്കുന്നതിന് ഞാൻ നിനക്ക് ശമ്പളം തരാം. അവന്റെ മുലകുടി മാറിയതിനു ശേഷം ഞാൻ അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ അവൻ ഈജിപ്തിലെ ബറവോനായി വളർത്തപ്പെടും. ഞങ്ങൾ ഇവനെ മോശ എന്ന് വിളിക്കും. മോശെ വളർന്നു വന്നപ്പോൾ തന്റെ പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് അവൾ അവനെ പഠിപ്പിച്ചു കൊടുത്തു. ഈ ചെറിയ കുട്ടിയുടെ മേൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശ്യമുണ്ടായിരുന്നു. കൊച്ചു രാജകുമാര, നമുക്ക് കൊട്ടാരത്തിലേക്ക് ഒരു യാത്ര ചെയ്യാം. നീ എത്ര വേഗത്തിൽ ഓടിക്കും? മോശയെ ശുശ്രൂഷിച്ചതിന് നന്ദി. അവന് നല്ല ആരോഗ്യമുണ്ട്. അവൻ ധനികനായും ശക്തനായും വളരും. ഫറവോന്റെ പുത്രിയുടെ വളർത്തുപുത്രൻ എന്ന നിലയിൽ മോശെ ഈജിപ്തിൽ വലിയ ഒരു മനുഷ്യനായി വളർന്നു. അവൻ ധനികനും ശക്തനുമായി വളർന്നു വന്നു. എന്നാൽ അവൻ ഒരിക്കലും തന്റെ പാരമ്പര്യം മറന്നില്ല. മോശെ, ഞാൻ പറയട്ടെ,
അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവമായ നമ്മുടെ ദൈവം അബ്രഹാമിനോട് തന്റെ സന്തതി വർദ്ധിച്ചു പെരുകുമെന്നും തങ്ങളുടേതല്ലാത്ത ദേശത്തേക്ക് അവർ പ്രവാസികളായി പോകുമെന്നും പറഞ്ഞു. അതെ, അങ്ങനെ നാം ഇവിടെ ആയിരിക്കുന്നു. മാത്രമല്ല 400 വർഷങ്ങളോളം അപരിചിതമായ ദേശത്ത് നാം കഷ്ടമനുഭവിക്കുമെന്നും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഇപ്പോൾ നാം ഇവിടെ ആയിട്ട് 359 വർഷങ്ങളായി. ഇനിയും 41 വർഷം കൂടെ ശേഷിക്കുന്നു. അവർ നമുക്ക് വിരോധമായി ചെയ്ത ദോഷങ്ങൾക്ക് അവിടുന്ന് ന്യായം വിധിക്കുമെന്നും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. നാം ഇവിടെ നിന്നും വലിയ ധനത്തോടെ നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത ദേശത്തേക്ക് മടങ്ങിച്ചെല്ലുമെന്നും പറഞ്ഞു. വളരെ ആശ്ചര്യകരമായി തോന്നുന്നു. ഫറവോൻ ഒരിക്കലും ഈ അടിമകൾ പോകുവാൻ അനുവദിക്കുകയില്ല. മാത്രമല്ല, നിശ്ചയമായും ധനത്തോടുകൂടി പോകുവാൻ അനുവദിക്കുകയില്ല. ഒരുപക്ഷെ ഒരു വഴിയുണ്ട്. 41 വർഷത്തോളം എന്തിനു കാത്തിരിക്കണം? എബ്രായരുടെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഉടമകളുടെ കീഴിൽ കഷ്ടപ്പെട്ടു. ചെങ്കൽ കുഴിയിൽ അവർക്ക് ഇഷ്ടിക ഉണ്ടാക്കണമായിരുന്നു. അവർ കഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കുവാൻ മോശയ്ക്ക് കഴിയുമായിരുന്നില്ല. അതിനായി എന്തെങ്കിലും ചെയ്യുവാൻ അവൻ തീരുമാനിച്ചു. വൃത്തികെട്ട പന്നി, എഴുന്നേൽക്ക്! നിന്നെ അവൻ അടിച്ചു കൊല്ലുന്നതിന് മുമ്പ് എഴുന്നേൽക്ക്. എഴുന്നേൽക്കൂ! ഒരിക്കൽ ഒരു ഈജിപ്തുകാരൻ തന്റെ സ്വന്തം ജനത്തെ ഉപദ്രവിക്കുന്നത് മോശെ കണ്ടു. വിടുതലിന്റെ സമയം എത്തിക്കഴിഞ്ഞു. ഇത് നിർത്തിയേ മതിയാകൂ. പാടില്ല! മോശെ ആ ഈജിപ്തുകാരനെ കൊന്ന് അവന്റെ ശരീരം അടക്കി. ആരോ അത് കണ്ടിട്ട് ഫറവോനോട് ചെന്ന് പറഞ്ഞു, നിൽക്ക്! നീ കൊലപാതകത്തിന് വിചാരണ ചെയ്യപ്പെടണം. അത് മോശയാണ്. എന്റെ ദൈവമേ, ഞാനിതെന്താണ് ഈ ചെയ്തത്? മോശെ ഈജിപ്ത് വിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. കുടുംബമോ കൂട്ടുകാരോ ഇല്ലാതെ അവൻ ഏകനായിരുന്നു. അവന് തന്റെ ജനത്തെയോ തന്നെയോ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. മോശെ വളരെ ദിവസങ്ങൾ നടന്നു. അവൻ നടന്നു തളർന്ന് ഇടയന്മാരുടെ ഒരു താവളത്തിലെത്തി. നോക്ക്, ഒരു പുരുഷൻ. അവൻ മരിക്കാറായിരിക്കുന്നല്ലോ. അവന് വെള്ളം കൊടുക്ക്. അവനൊരു ഈജിപ്തുകാരനാണ്. മിദ്യാനർക്ക് നടുവിൽ മോശെ ഒരു പുതിയ ജീവിതം കണ്ടെത്തി. അവൻ മരുഭൂമിയുടെ വഴികൾ മനസ്സിലാക്കി വിവാഹം കഴിച്ചു ഒരു ഇടയനായി തീർന്നു. 40 വർഷങ്ങൾ കടന്നുപോയി. ഈജിപ്ത് അവന്റെ ഓർമ്മയിൽ നിന്നും മായുവാൻ തുടങ്ങി. തന്റെ ജനത്തെ ഇനിയും കാണുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവൻ വിട്ടുകളഞ്ഞു. ഇത് ആശ്ചര്യമായിരിക്കുന്നല്ലോ. മുൾപ്പട പെരിയാതെ എങ്ങനെയാണ് അഗ്നി കത്തുന്നത്? അത് ജ്വലിച്ച് എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. മോശെ, ഇത് ശുദ്ധമുള്ള ഭൂമിയാണ്. നിന്റെ ചെരുപ്പിന്റെ വാർ അഴിച്ചു കളക. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടു. പീഡകരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിച്ച് അവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുവരേണ്ട സമയമായി. ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കും. എന്റെ ജനത്തെ നീ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരണം. എന്റെ ജനത്തെ പോകുവാൻ അനുവദിക്കണമെന്ന് നീ പറയണം. അവനത് നിരസിക്കും. അപ്പോൾ ഞാൻ എന്റെ ശക്തി ഈജിപ്തിനെ അറിയിക്കും. അതിനുശേഷം അവൻ അവരെ പോകാൻ അനുവദിക്കും. എന്നാൽ നീ എന്നെ അയച്ചുവെന്നവർ വിശ്വസിക്കില്ല. അവർ ചിരിക്കത്തേയുള്ളൂ. നിന്റെ കോൽ നിലത്തിടുക. എന്ത്? എന്റെ കോൽ? അതൊരു വിഷസർപ്പമായി തീർന്നിരിക്കുന്നു. ആ സർപ്പത്തിന്റെ വാലിന് പിടിച്ചെടുക്കുക. അത് എന്റെ വടിയായി മാറിയല്ലോ. നീ ഈജിപ്തിലേക്ക് പോക. നീ എന്തു ചെയ്യണമെന്നും എന്തു പറയണമെന്നും ഞാൻ പഠിപ്പിക്കാം. നിന്റെ സഹോദരനായ അഹരോൻ നിനക്ക് തുണയായിരിക്കും. നീ ഈജിപ്തിലേക്ക് പോവുകയാണോ? നിന്നെ കൊല്ലുവാൻ അവിടെ ആളുകൾ കാത്തിരിപ്പില്ലേ? ഇപ്പൊ 40 വർഷമായി. എന്റെ പഴയ ചരിത്രം അറിയാവുന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആരും എന്നെ തിരിച്ചറിയത്തില്ല. നീ എത്ര നാളത്തേക്കാ പോകുന്നത്? ഫറവോൻ ദൈവജനത്തെ പോകുവാൻ അനുവദിക്കുന്നതുവരെ. എല്ലാ മൂപ്പന്മാരെയും വിളിക്കുക. വിടുതലിന്റെ സമയം വന്നിരിക്കുന്നു. അവരാരാണ്? അത് ലേവ്യനായ അഹരോനാണ്. മറ്റവൻ നമ്മെപ്പോലെ ഇരിക്കുന്നു, പക്ഷെ അവൻ അടിമയല്ല. ഇസ്രായേൽ മൂപ്പന്മാരെ, അടുത്തു വരിക.
80 വർഷങ്ങൾക്ക് മുൻപ് ഫറവോൻ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുന്ന ആ വലിയ കൊലപാതകത്തിന്റെ കാലത്താണ് മോശെ ജനിച്ചത്. അവന്റെ അമ്മ ഒരു കൂടയിൽ അവനെ മറച്ച് നദിയിലിട്ടു. ദൈവത്തിന്റെ പരിപാലനം നിമിത്തം ഫറവോന്റെ പുത്രി മോശയെ കാണുകയും അവനെ ഒരു ഈജിപ്തുകാരനായി വളർത്തുകയും ചെയ്തു. 40 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തുകാരനായി ഭരണം നടത്തുന്നതിനേക്കാൾ തന്റെ ജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് മോശെ തെരഞ്ഞെടുത്തു. തന്റെ സ്വന്തം ബലത്താൽ നമ്മെ വിടുവിക്കുവാൻ ശ്രമിച്ച് അവൻ പരാജയപ്പെട്ടു. കഴിഞ്ഞ 40 വർഷങ്ങളായി നമ്മുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തിൽ അവൻ പാർക്കുകയായിരുന്നു. കഴിഞ്ഞയിടെ ദൈവം അവനോട് സംസാരിക്കുകയും ഫറവോനിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഫറവോൻ നമ്മെ വിട്ടയക്കുവാൻ ചെയ്യുവാൻ പോകുന്ന അടയാളങ്ങൾ എന്തെന്ന് മോശെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അബ്രഹാമിന്റെ ദൈവം ഉൾപ്പടർപ്പിൽ എന്നോട് സംസാരിച്ച് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് കൊണ്ടുപോകാൻ എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇതാ ഒരടയാളം. നോക്ക്, അവന്റെ വടിയൊരു സർപ്പമായി തീർന്നു. ഭയപ്പെടേണ്ട. ഇത് നോക്കൂ, ദൈവം ഒരു വിടുവിക്കുന്നവനെ അയച്ചിരിക്കുകയാണ്. അതെ, അത് ഫറവോനെ കാണിക്കും. ഇതൊരത്ഭുതം തന്നെ. ഇപ്പോൾ നമുക്ക് ഫറവോന്റെ അടുക്കിലേക്ക് പോകാം. അബ്രഹാമിന്റെ ദൈവം. നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പോയതിനു ശേഷം മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം പറയുവാൻ ഓർത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവം മോശയോട് സംസാരിച്ചിരിക്കുന്നു. ആരാധിക്കുന്നതിനും യാഗം കഴിക്കുന്നതിനുമായി ജനങ്ങൾ മരുഭൂമിയിൽ 3 ദിവസത്തെ യാത്ര ചെയ്തു പോകുവാൻ അവരെ അനുവദിക്കണമെന്ന് ദൈവം നിന്നോട് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവം. എനിക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയില്ല. ഞാൻ അവനെ അനുസരിക്കുവാൻ ഈ ദൈവം ആരാണ്? ഇത് പരിഹാസ്യമായിരിക്കുന്നല്ലോ. എന്റെ അടിമകൾ 3 ദിവസത്തെ മരുഭൂമി യാത്ര ചെയ്യുവാൻ ഞാൻ അനുവദിക്കയില്ല. എന്റെ ജനത്തിന്റെ ഇടയിൽ കലഹമുണ്ടാക്കി അവരുടെ വേലയ്ക്ക് തടസ്സമുണ്ടാക്കുന്നുവെന്ന് ഞാൻ കേട്ടു. ഇപ്പോഴിതാ ഞാൻ അറിയുക പോലും ചെയ്യാത്ത ഒരു ദൈവത്തെ ആരാധിക്കുവാൻ 3 ദിവസത്തെ മരുഭൂമി യാത്ര ചെയ്യുകയോ? അവർ കൂടുതലായി വേല ചെയ്യുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇന്നു മുതൽ ഇഷ്ടികയുണ്ടാക്കുവാൻ അവർ തന്നെത്താൻ വൈക്കോൽ കൊണ്ടുവരണം. ഇപ്പോ എന്റെ അടുക്കൽ നിന്നും നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോക്കോണം. ആ ധൈര്യത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? അത് തമാശയല്ലേ? താങ്കൾ ദൈവത്തിന്റെ ശബ്ദമാണെന്ന് വിചാരിച്ചാണ് അവർ അകത്തേക്ക് വന്നത്. ഞങ്ങളുടെ ജോലിഭാരം കൂട്ടിയതാണോ നിങ്ങൾ ചെയ്ത വലിയ കാര്യം? ഒരു തരത്തിലുള്ള വിടുതൽ ദൈവം നിങ്ങളെ അയച്ചുവെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അവൻ ആരെന്നാണ് അവന്റെ വിചാരം? ഒരു തരം മതഭ്രാന്തൻ. അവന്റെ സൂത്രത്തിൽ നാം വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കിവിടെ പണിയൊന്നും ചെയ്യാനില്ലേ? നിനക്ക് നിന്റെ ദൈവത്തെ ആരാധിക്കാൻ പോകണമല്ലേ? നിങ്ങൾ അടങ്ങിയിരിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. യഹോവേ, ഞാൻ നിന്റെ നാമത്തിൽ സംസാരിക്കാൻ വന്നതിന് ശേഷം ഇവിടുത്തെ കാര്യം വളരെ വഷളായിരിക്കുകയാണ്. നീ എന്തിനാണ് എന്നെ ഇവിടേക്ക് അയച്ചത്? ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അബ്രാഹാമിനോടുള്ള വാഗ്ദത്തം നിറവേറ്റി ഈ ജനത്തെ കനാനിലേക്ക് കൊണ്ടുവരുവാനുള്ള സമയമായി. മോശെ, നീ അവരെ നയിക്കണം. എനിക്ക് നന്നായി സംസാരിക്കാനാകില്ല. ഫറവോൻ ഒരിക്കലും എന്നെ ശ്രദ്ധിക്കുകയില്ല. അഹരോൻ നിനക്ക് വേണ്ടി സംസാരിക്കും. നീ ഞാൻ പറയുന്നത് കേട്ട് എന്തു പറയണമെന്ന് അവനോട് പറയണം. ആദ്യം ഫറവോൻ നിന്റെ വാക്ക് ശ്രദ്ധിക്കയില്ല. ഞാൻ തന്നെ ഏക ദൈവമെന്ന് ഈജിപ്തുകാർ അറിയും വരെ ഞാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? യഹോവ അരുളി ചെയ്യുന്നു, എന്റെ ജനങ്ങൾ പോകട്ടെ. യഹോവ പറഞ്ഞ ഒരു അടയാളം ഇതാ. ഇത് വെറും ഒരു മന്ത്രവിദ്യയാണ്. ഇതിലൊന്നും ഞാൻ പേടിക്കില്ല. എല്ലാ മന്ത്രവാദികളെയും വിളിക്ക്. ഇവൻ നന്നായി ചെയ്തിരിക്കുന്നു. ഇത് വാസ്തവമായി തോന്നുന്നില്ലേ? ഇവൻ എവിടെയായിരിക്കാം ഇത് പഠിച്ചത്? നിങ്ങളുടെ വടിയ സർപ്പമാക്കുന്ന ആ വിദ്യ വേഗം കൊണ്ടുവരൂ. ഞങ്ങളുടെ സർപ്പദേവതയായ നെസർ നിങ്ങൾ കൂടുതൽ ഇഷ്ടിക ഉണ്ടാക്കണമെന്ന് പറയാൻ അയച്ചിരിക്കുകയാണ്. മോശെ, ഇപ്പോൾ നാം എന്താണ് ചെയ്യുക? നാം വിഡ്ഢികളെ പോലെ ആയല്ലോ.
നോക്ക്, അവന്റെ സർപ്പം നമ്മുടെ സർപ്പത്തോട് പോരാടുവാൻ നോക്കുന്നു. അവന്റെ സർപ്പം നമ്മുടെ ഒരു സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞു. അത് നമ്മുടെ സർപ്പത്തെ മുഴുവനായി മുഴുകിക്കളഞ്ഞിരിക്കുന്നു. അത് മറ്റൊന്നിനെയും തിന്നാൻ പോവുകയാണെന്ന് പറയരുത്. നമ്മുടെ സർപ്പദേവതയായ നെസർ കോപിക്കും. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവന്റെ സർപ്പം നമ്മുടെ എല്ലാ സർപ്പത്തെയും തിന്നു കളഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുന്നു? യഹോവ സൃഷ്ടിയുടെ ദൈവമാകുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, എൻ്റെ ജനങ്ങൾ പോകട്ടെ. നീ ഇതെങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടിട്ട് ആയിരക്കണക്കിന് അടിമകളെ ഞാൻ വിട്ടുതരില്ല. എന്റെ കൺമുമ്പിൽ നിന്ന് പോകാ. പുറപ്പാട് 7:13. ദൈവം പറഞ്ഞതുപോലെ ഫറവോൻ അവരുടെ വാക്ക് ശ്രദ്ധിക്കാതിരിക്കുവാൻ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഫറവോന്റെ മന്ത്രവാദികൾ അനുകരിക്കത്തക്ക അടയാളവുമായി ദൈവം എന്തിനാണ് നമ്മെ അയച്ചത്? അല്പനേരത്തേക്ക് അവിടെ നമ്മൾ വിഡ്ഢികളായിപ്പോയി. എനിക്കറിയില്ല, പക്ഷേ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കാൻ പോവുകയാണെന്ന് ദൈവം പറഞ്ഞു. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. എന്റെ വടി അവരുടെ പാമ്പിനെ വിഴുങ്ങിയപ്പോൾ അവനുണ്ടായ ഭ്രാന്ത് നീ കണ്ടോ? യഹോവയോട് സംസാരിക്കാൻ എനിക്കൊരു സ്ഥലം കണ്ടെത്തണം. അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ദൈവം പിന്നെയും മോശയ്ക്ക് പ്രത്യക്ഷനായി എന്തു ചെയ്യണമെന്ന് അവന് പറഞ്ഞുകൊടുത്തു. ഈജിപ്തുകാർ മോശയെ പരിഹസിച്ചു. ഫറവോൻ അവരുടെ അടിമത്തത്തെ കഠിനപ്പെടുത്തിയതുകൊണ്ട് തൻ്റെ സ്വന്തം ജനവും അവനെ വെറുത്തു. മോശെ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അനുസരിക്കുകയും ചെയ്തു. യഹോവ അരുളി ചെയ്യുന്നു, എന്റെ ജനം നീ പോകുവാൻ അനുവദിക്കാതിരുന്നതുകൊണ്ട് ഞാൻ വാസ്തവമായും ദൈവമാണെന്ന് നിന്നെ ഞാൻ അറിയിക്കും. ഈജിപ്തിലുള്ള വെള്ളമെല്ലാം രക്തമായി തീരും. ഇപ്പോ ഇത് കൊള്ളാമല്ലോ. ഇവൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? പോയി എന്റെ മന്ത്രവാദികളെ കൊണ്ടുവരൂ. നൈൽ ദേവത ഇത് നിർത്തും. നോക്ക, എന്റെ മന്ത്രവാദികൾക്കും ഇത് ചെയ്യാൻ കഴിയും. നിന്റെ മന്ത്രവിദ്യ കൊണ്ടൊന്നും എന്നെ സമ്മതിപ്പിക്കാനാവില്ല. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അരുവികളും കുളങ്ങളും പോലും രക്തമായി മാറിക്കഴിഞ്ഞു. അവൻ പറഞ്ഞ അവന്റെ ദൈവത്തിന്റെ പേരെന്താണ്? അവർ പറയുന്നത് ഒരിക്കലും കേൾക്കേണ്ട. എന്തു വ്യത്യാസമാണതുണ്ടാക്കുന്നത്? നമുക്ക് ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ട്. നൈൽ ദേവതയുടെ കോപമായിരിക്കാം. മോശ പറയുന്നത് അവന്റെ ദൈവമാണ് ഏക ദൈവമെന്നാണ്. ഒരു ദൈവം പരിഹാസ്യമായിരിക്കുന്നല്ലോ. വെള്ളം രക്തമായി തീർന്ന 7 ദിവസത്തിനു ശേഷം മോശ പിന്നെയും ഈജിപ്തിലേക്ക് ദൈവത്തിന്റെ ശിക്ഷാവിധി കൊണ്ടുവന്നു. വെള്ളത്തിൽ നിന്നും അനേകം തവളകൾ ഉണ്ടാകട്ടെ. നാറ്റം വെച്ച രക്തവെള്ളം അനേകം തവളകളെ ഉണ്ടാക്കി. എന്റെ വീട് നിറയെ തവളകളാണ്. ഈജിപ്ത് മുഴുവൻ തവളകളാണ്. ദൈവങ്ങൾ കോപിച്ചിരിക്കുന്നു. പുരോഹിതന്മാരെവിടെ? അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ? ഫറവോ, നോക്കുക, മന്ത്രവാദികളായ ഞങ്ങൾക്കും തവളകളെ ഉണ്ടാക്കുവാൻ കഴിയും. ഇനി എന്തിനു കൂടുതൽ തവളകൾ? മോശ തന്നെ ഒത്തിരി തവളകൾ ഉണ്ടാക്കി തന്നല്ലോ. ഇപ്പോൾ ഫറവോൻ നമുക്ക് കൂടുതൽ തരും. അവർ ചോദിച്ചതുപോലെ അവരെ മരുഭൂമിയിലേക്ക് അയച്ചുകൂടെ? നമുക്കിത് കൂടുതൽ സഹിക്കുവാനാകില്ല. മോശയെ വിളിക്ക്, എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് പറയൂ. ഉത്തരവ് പ്രഭു. തവളകളെ നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്ക്. നീ അങ്ങനെ ചെയ്താൽ യാഗം കഴിക്കുവാൻ നിന്റെ ജനത്തെ ഞാൻ അയക്കാം. തവളകൾ ചാകേണ്ട സമയം നീ തന്നെ പറ. അത് സംഭവിച്ചിരിക്കും. നാളെ രാവിലെ. നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് എല്ലാവരും അറിയത്തക്കവണ്ണം നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. അവൻ പറഞ്ഞ സമയത്ത് തവളകൾ ചത്തുവെന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി എബ്രായർ പോകുവാൻ അനുവദിച്ചില്ല. നമ്മുടെ ദേശത്തെ തവളകളെ കൊണ്ട് നിറച്ച എന്തൊരു ദൈവമാണ് യഹോവ! ഇത് ദൈവം ചെയ്തതാണെന്ന് എങ്ങനെ തോന്നുന്നു? ഇത് ചിലപ്പോൾ ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാകാം. എന്നാൽ ഇത് സംഭവിക്കാൻ പോകുന്നുവെന്ന് മോശയ്ക്ക് മുൻകൂട്ടി എങ്ങനെ പറയുവാൻ കഴിയും? മാത്രമല്ല, ഇവയെല്ലാം ചാകുന്ന സമയം കൃത്യമായി എങ്ങനെ പറയാൻ കഴിയും? വായടച്ചു വെച്ച് വാരിയെടുക്ക്, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇത് തീരത്തില്ല.
യഹോവ മോശയോട് പറഞ്ഞു, അഹരോനോട് പറക, നിന്റെ കരം നീട്ടി നിലത്തെ പൊടിയിലടിക്കുക. ഈജിപ്ത് ദേശം മുഴുവൻ പേൻ കൊണ്ട് നിറയും. ഈജിപ്തിലെ സകല പൊടികളും പേനുകളായി മാറി. എന്താ നിങ്ങൾക്ക് പേന ഉണ്ടാക്കുവാൻ കഴിയില്ലെന്ന് പറയുന്നത്? നമ്മുടെ ദൈവത്തെക്കാൾ വലിയ ദൈവമാണ് അവരുടെ ദൈവമെന്ന് ആളുകൾ വിചാരിക്കും. മന്ത്രവിദ്യ അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്. എന്നാൽ നോക്ക്, നിശ്ചയമായും ഇത് ദൈവത്തിന്റെ ക്രിയയാണ്. ആ രണ്ടുപേർ ചെയ്ത കാര്യങ്ങൾ ഒരുത്തരും ചെയ്യാനാവില്ല. നാം അശക്തരാണ്. നമുക്ക് ഒരു സ്വാഭാവിക വിശദീകരണം ഉണ്ടാകാം, പക്ഷേ അതിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മോശയെ വിവരം അറിയിക്ക്. അവന്റെ ദൈവം ഈ പേനുകളെ എടുത്തു കളയുമെങ്കിൽ എബ്രായർ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ പോകേണ്ടതിന് ഞാൻ അനുവദിക്കാം. പേനുകളെല്ലാം പോയി, പക്ഷേ അടിമകളെ എനിക്ക് വിട്ടയക്കാനാകില്ല. ഇതിലധികം അവന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം മോശയോട് സംസാരിച്ചു. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ഈജിപ്തിന്റെ മേൽ ഈച്ചകളെ അയക്കും. നിങ്ങളുടെ വീടുകൾ ഈച്ചകളെ കൊണ്ട് നിറയും. എന്നാൽ ഈ സമയത്ത് എബ്രായർക്കും ഈജിപ്ത്യർക്കും ഞാൻ വ്യത്യാസം കാട്ടും. എന്റെ ജനത്തിന്റെ ഇടയിൽ ഈച്ചകൾ ഉണ്ടാവില്ല. ഇത് നിമിത്തം ഞാൻ സർവ്വഭൂമിയുടെയും ദൈവമെന്ന് എല്ലാവരും അറിയും. അപ്പാ, എന്തുകൊണ്ടാണ് നമ്മുടെ പുരോഹിതന്മാർക്ക് ഇദ്ദേഹത്തെ തടയാൻ പറ്റാത്തത്? അവരുടെ ശക്തിക്ക് എന്തു പറ്റി? എനിക്ക് മതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ എബ്രാഹിയർക്കിടയിൽ ഇപ്പോൾ ഈച്ചകളില്ലല്ലോ. ഇത് അവരുടെ ദൈവത്തിന്റെ ക്രിയകൾ തന്നെയാണ്. മോശെ എവിടെയെന്ന് നോക്ക്. ഇപ്പോൾ പോയി നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്ക്. എന്നാൽ ഈജിപ്ത് വിട്ടു പോകരുത്. ഞങ്ങൾ കുറഞ്ഞത് 3 ദിവസത്തെ വഴിയെങ്കിലും പോകണം. ഞാൻ നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അധിക ദൂരം പോകുവാൻ പാടില്ല. ഈ നാറുന്ന ഈച്ചകളെ കളയുവാൻ ഇപ്പോൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഇപ്പോൾ ഈജിപ്തിൽ ഒരു ഈച്ച പോലും ജീവനോടെയില്ല. ഇത് ഒരു അത്ഭുതം തന്നെയാണ്. വായടയ്ക്ക്, ഇത് പറയുന്നത് കേട്ടാ വിഡ്ഢികളെ നീ വിശ്വസിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. പിന്നെയും ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി ജനങ്ങൾ പോകുവാൻ അനുവദിച്ചില്ല. ദൈവം ഈജിപ്തിലേക്ക് മറ്റൊരു ബാധ അയച്ചു. അവരുടെ പശുക്കൾ, ആടുകൾ, കാളകൾ, കുതിരകൾ, ഒട്ടകങ്ങൾ എന്നിവയ്ക്ക് പരുക്കൾ ബാധിച്ച് അവ ചത്തൊടുങ്ങി. എന്നാൽ എബ്രായരുടെ മൃഗങ്ങളെ ഈ രോഗം ബാധിച്ചില്ല. ഞങ്ങളുടെ മൃഗങ്ങളൊക്കെയും ചത്തുപോയി, നിങ്ങളുടേതൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എന്താണ് ഇതിന്റെ വിശദീകരണം? നിങ്ങളുടെ ക്രൂര അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം വന്നിരിക്കുന്നുവെന്നാണ് മോശെ പറയുന്നത്. എന്നാൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഇവയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നമ്മുടെ പുരോഹിതന്മാർ നമ്മുടെ ദേവന്മാർക്ക് യാഗമർപ്പിക്കുന്നു. നമ്മുടെ വിശുദ്ധ കാള കോപിച്ചിരിക്കാം. ഇത് നമുക്ക് നിർത്തിയേ മതിയാകൂ. ഇത് വളരെ താമസിച്ചു പോയെന്ന് ഫറവോനോട് ചെന്ന് പറ. നമ്മുടെ വിശുദ്ധ കാളകളെല്ലാം ചത്തുപോയി. മാന്ത്രികനായ എബ്രായരുടെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ദൈവങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ വളരെ കോപത്തിലാണ്. ഈജിപ്തുകാരുടെ ദൈവം എവിടെ? അവയ്ക്ക് ശക്തിയില്ലേ? എന്നാൽ ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. യഹോവ പിന്നെയും മോശയോട് ഈജിപ്തുകാർ പരുക്കളാൽ ബാധിക്കപ്പെടേണ്ടതിന് പട്ടണം മുഴുവനും ചാരം വിതറുവാൻ പറഞ്ഞു. യഹോവ അരുളി ചെയ്യുന്നു, എന്റെ ജനം പോകുവാൻ നീ അനുവദിക്കാത്തത് കൊണ്ട് നിന്നെയും നിന്റെ മൃഗങ്ങളെയും വല്ലാത്ത പരുക്കളാൽ ബാധിക്കും. ഓ വേണ്ട, ഇനി വരുതേ. മന്ത്രവാദികളെ വിളിക്കൂ, അവരുടെ ശക്തിയോട് വരുവാൻ പറയൂ. ദൈവങ്ങൾക്ക് യാഗമുണ്ടാക്കി ഈ കാര്യത്തിന് ഒരു അവസാനമുണ്ടാക്കാൻ പറയൂ. മഹാരാജാവേ, അങ്ങ് എന്നെ വിളിച്ചുവോ? നിന്നോട് ചോദിക്കട്ടെ, ഈ എബ്രായരുടെ ദൈവത്തിനുമേൽ നിനക്കൊരു ശക്തിയുമില്ലേ? ശക്തിയില്ലാത്ത വഞ്ചകന്മാരെ, എന്റെ അടുത്തുനിന്ന് പോകൂ. നിങ്ങൾ കൈയടക്ക് വിദ്യ കാണിച്ച ആളുകളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ വഞ്ചകരെന്ന് എനിക്കറിയാം. എവിടെയാണ് നിങ്ങളുടെ ദൈവം? അതിരാവിലെ എഴുന്നേറ്റ് ചെന്ന് ഫറവോനോട് പറക, എബ്രായരുടെ ദൈവം പറയുന്നു, എന്റെ ജനം പോകുവാൻ അനുവദിക്കുക. എന്നാൽ അടുത്ത ബാധ വളരെ വഷളായതാണ്. ആ നാശം നിന്റെ ജനത്തിൽ അനേകരെ കൊന്നുകളയുന്നതാണെന്ന് പറക. എന്നെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് ഇതു നിമിത്തം നീ മനസ്സിലാക്കും.
നിനക്കറിയില്ല എങ്കിലും ഞാനാണ് നിന്നെ ഫറവോനായി നിയമിച്ചത്. നോക്കുക, നീ നിന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്റെ ജനത്തെ പോകുവാൻ അനുവദിക്കുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ ശാഠ്യം എന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ അവസരം തന്നു. എന്റെ ജനത്തോടുള്ള ക്രൂരതയ്ക്ക് ന്യായം വിധിക്കുവാനും അതെനിക്കിടയാക്കി. നീ നിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തി എന്റെ ഹിതം ചെയ്യുന്നതിനെ എതിർത്തു. അതുകൊണ്ട് ഭൂമി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തീക്കൽ മഴ നാളെ ഈ സമയമാകുമ്പോൾ ഞാൻ പെയ്യിക്കും. തങ്ങളും തങ്ങൾക്കുള്ള മൃഗങ്ങളും വീടിനുള്ളിൽ തന്നെ ആയിരിക്കണമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനാണ് ഞാനിത് പറയുന്നത്. വീടിന് പുറത്തിറങ്ങുന്ന സകലതും ചത്തൊടുങ്ങും. യഹോവ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. മുന്നറിയിപ്പിനെ അവഗണിച്ച് പുറത്തു വന്ന സകലരും മരിച്ചു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അഗ്നിയും മഞ്ഞും എങ്ങനെയാണ് കൂട്ടിക്കലർത്തുന്നത്? എന്റെ സേതു ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അപ്പ, മോശെ എന്ന മനുഷ്യൻ എങ്ങനെയാണ് ഇത് ചെയ്തത്? കാറ്റിന്റെയും കോളിന്റെയും ദൈവമായ ശേത്തിനേക്കാൾ അവന്റെ ദൈവം ശക്തനാണോ? അവൻ പറയുന്നത് ഒരേ ഒരു ദൈവമേ ഉള്ളൂവെന്നും എബ്രായർ അവന്റെ മക്കളാണെന്നുമാണ്. എന്നാൽ ഒരിക്കലും ആരും അവന്റെ ദൈവത്തെ കണ്ടിട്ടില്ല, എബ്രായർ പോലും. അവൻ പറയുന്ന അവന്റെ ദൈവം ഒരാത്മാവാണ്. തന്റെ ജനത്തെ മരുഭൂമിയിലേക്ക് ആരാധനയ്ക്കായി വിട്ടയക്കുവാൻ ഫറവോനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. കാറ്റിന്റെയും കോളിന്റെയും ദൈവമായ ശേത്തെ, ഈ തീക്കൽ മഴയ്ക്ക് ഒരു അവസാനമുണ്ടാക്കണമേ. മോശയുടെ കാണപ്പെടാത്ത ദൈവത്തെക്കാൾ നീ ശക്തനാണല്ലോ. ഇത് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല, ഈജിപ്തുകാർക്ക് മാത്രം. അപ്പ, തീക്കൽ മഴ നമ്മുടെ മേൽ പെയ്യുമോ എന്ന് എനിക്ക് ഭയമാകുന്നു. ഇല്ല മകനെ, തന്നെ അനുസരിക്കാത്തത് കൊണ്ട് ഈജിപ്തുകാരെ യഹോവ ശിക്ഷിക്കുകയാണ്. അവരുടെ കാറ്റിന്റെയും കോളിന്റെയും ദൈവമായ സേത്ത് അശക്തനാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഭയങ്കരമായിരിക്കുന്നു. ഞാൻ യഹോവയ്ക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. എബ്രായരുടെ ദൈവം നീതിമാനാണ്, എന്റെ ആളുകൾ ദുഷ്ടരാണ്. കൽമഴ നിർത്താൻ യഹോവയോട് അപേക്ഷിക്കാം. ഞാൻ നിന്റെ ജനത്തെ എത്രയും വേഗം വിട്ടയക്കാം. ഞാൻ പട്ടണത്തിന് പുറത്തേക്ക് ചെന്ന് കരങ്ങൾ ഉയർത്തി കഴിയുമ്പോൾ ഈ ബാധ നിൽക്കും. ഇതു നിമിത്തം ഈ ഭൂമി യഹോവയ്ക്കുള്ളതാണെന്ന് നീ മനസ്സിലാക്കും. എന്നാൽ നീ നിന്റെ വാക്ക് പാലിക്കുകയില്ല. നീ ഇപ്പോഴും ദൈവത്തെ ഭയക്കുന്നില്ല. തീക്കൽ മഴ നിന്നുവെന്ന് ഫറവോൻ മനസ്സിലാക്കിയപ്പോൾ അവൻ അധികമായി പാപം ചെയ്ത് തന്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. ദൈവം മറ്റൊരു ബാധ കൂടി അയച്ചു. തീക്കൽ മഴ നശിപ്പിക്കാത്ത ബാക്കിയുള്ള എല്ലാ പച്ചിപ്പിനെയും വെട്ടുക്കിളി നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് വെട്ടുക്കിളികൾ വീടുകൾക്കുള്ളിലേക്ക് കയറി. അമ്മേ, അമ്മേ, അതെടുക്ക്. വിളവുകളുടെ ദൈവമായ ജേബെ, എബ്രായരുടെ ദൈവം ഞങ്ങളുടെ വിളവുകളോട് കാണിക്കുന്നത് നീ കാണുന്നില്ലേ? ഒസിരിസേ, നിന്റെ ശക്തി ഇന്ന് വെളിപ്പെടുത്തണമേ. ഫറവോൻ മോശയെ വിളിച്ച് ജനത്തെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വെട്ടുക്കിളി പോയ ശേഷം ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി അടിമകളെ വിട്ടയക്കുവാൻ വിസമ്മതിച്ചു. അപ്പോൾ ദൈവം ഈജിപ്തിന്റെ മേൽ ഒരു വലിയ അന്ധകാരം വരുത്തി. 3 ദിവസങ്ങളോളം മേഘാവൃതമായ രാത്രിയേക്കാൾ ഇരുട്ടായിരുന്നു. എന്നാൽ എബ്രായരുടെ ഭവനങ്ങളിൽ ഇരുട്ടുണ്ടായിരുന്നില്ല. എനിക്കിതിനു മുമ്പ് നിങ്ങളെ കൊന്നുകളയാമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ ദൈവത്തിന് മേൽ ശക്തിയില്ലെന്ന് അത് തെളിയിക്കും. എന്റെ മുമ്പിൽ നിന്ന് കടന്നുപോകൂ. നിന്റെ മുഖം ഞാൻ ഇനി ഒരിക്കലും കാണരുത്. കാണുന്ന ദിവസം നീ മരിക്കും. നീ ഒരിക്കൽ ആ സത്യം പറഞ്ഞു. നാം ഒരിക്കലും ഇനി കണ്ടുമുട്ടില്ല. റാ, സൂര്യദേവതയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. 3 ദിവസം നീ മറഞ്ഞിരുന്നു. എബ്രായരുടെ ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ നിനക്ക് കഴിയില്ലേ? ഇതാ അവസാനത്തെ ബാധ. ഇത് നിമിത്തം നാം ഈജിപ്ത് വിട്ടുപോകുന്നതിൽ ഫറവോൻ സന്തോഷിക്കും. ഇന്ന് പാതിരാത്രി സംഹാരകൻ ഈജിപ്തിലൂടെ കടന്നു പോകുന്നു. ഓരോ ഭവനത്തിലെയും കടിഞ്ഞൂലാൺകുഞ്ഞ് മരിച്ചു പോകും. ഇന്ന് രാത്രി ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കും. നമ്മുടെ കടിഞ്ഞൂലുകളെ കുറിച്ച് എന്തു പറയുന്നു? അവരും മരിക്കുമോ?
വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും ദൈവം രക്ഷയൊരുക്കിയിട്ടുണ്ട്. അത് ഈജിപ്തുകാർക്ക് പോലും. പോയി ഒരു കോലാടിനെയോ മുട്ടാടിനെയോ കൊന്ന് അതിന്റെ രക്തം കട്ടിളക്കാലിൽ രണ്ടിലും പുരട്ടുക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ എല്ലാ കടിഞ്ഞൂളുകളെയും സംഹരിച്ചുകൊണ്ട് ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ കട്ടിളക്കാരന്മേ രക്തം പുരണ്ടിരിക്കുന്ന വീടിനെ ഞാൻ കടന്നുപോകും. അവിടെയുള്ള കടിഞ്ഞൂൺ മരിക്കുകയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വീടുകളിൽ തന്നെയായിരിക്കുക. നിങ്ങൾക്കൊന്ന ആടിനെ നിങ്ങൾ ഭക്ഷിക്കുക. നാളെ നിങ്ങളുടെ ഈജിപ്തുകാരായ യജമാനന്മാരുടെ അടുക്കൽ ചെന്ന് അവർക്ക് വിലയേറപ്പെട്ട കാര്യങ്ങളെ കടം വാങ്ങുക. സ്വർണം, വെള്ളി എന്നീ ആഭരണങ്ങൾ ദൈവം അവരുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഉദ്ധാരമായി നൽകും, അധികമായി നൽകും. നിങ്ങളുടെ സാധന സാമഗ്രികൾ ഒരുക്കി നാളെ രാവിലെ പോകുവാൻ ഒരുങ്ങുക. നിങ്ങൾ ഇനി ഇവിടേക്ക് വരികയില്ല. ഈജിപ്തിനോടുള്ള എന്നേക്കുമായുള്ള വിടപറച്ചിലാണിത്. ഇത് നിങ്ങളുടെ സമയത്തിന്റെ തുടക്കമാണ്, നിങ്ങളുടെ പ്രഥമ ദിനം. അപ്പ, നമുക്ക് ഈ ആടല്ലേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ചുവന്ന ചായ മടിച്ചാൽ പോരെ? മകനെ, ഒരാടിനെ കൊന്ന് അതിന്റെ രക്തം കട്ടളക്കാലിന്മേൽ പുരട്ടണമെന്നാണ് ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞതുപോലെ തന്നെ നാം അത് ചെയ്യണം. തന്നെ അനുസരിക്കാത്തവരെ അവിടുന്ന് ന്യായം വിധിച്ചത് നീ കണ്ടതല്ലേ? ഈ കുഞ്ഞാട് നിന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞാട് എനിക്ക് വേണ്ടി മരിച്ചുവല്ലേ? ഇല്ല, എനിക്ക് വേണ്ടിയും. ഞാനും ഒരു കടിഞ്ഞൂൽ പുത്രനാണ്. അമ്മേ, എന്തിനാ അപ്പ കഥകിൽ ചോര കൊണ്ട് ചായമിടുന്നേ? കഥകിന്മേൽ രക്തം കാണുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയും. അതുകൊണ്ട് ഞാൻ ആ ഭവനത്തിലുള്ളവരെ കൊല്ലുകയില്ല എന്ന് യഹോവ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ആടിനെ കൊന്ന് നിങ്ങളുടെ കട്ടിലക്കാരിൽ രക്തം പുരട്ടാതിരുന്നത്? ഈ അന്ധവിശ്വാസങ്ങളൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? കട്ടിളക്കാലിന്മേൽ പുരട്ടിയിരിക്കുന്ന ഒരു തുള്ളി രക്തത്തിന് എങ്ങനെ മരണത്തെ തടയാൻ കഴിയും? എന്റെ മകന് യാതൊരു പേടിയുമില്ല, അല്ലയോ കീൻ? ഞാനൊരു ഭയന്താങ്കൊല്ലിയല്ല. മതമെന്ന് പറയുന്നത് ബലഹീനർക്കുള്ളതാണ്. കട്ടിലക്കാലിൽ മേൽ രക്തം പുരട്ടാതിരുന്നത് കൊണ്ട് ഒരു നല്ല ദൈവം ആരെയും കൊന്നുകളയുകയില്ല. ഇത് കേൾക്കാത്ത ആളുകളെ കുറിച്ച് എന്തു പറയുന്നു? അപ്പ, ഈ രാത്രിക്ക് മറ്റു രാത്രികളിൽ നിന്ന് എന്താണ് വ്യത്യാസം? എന്തുകൊണ്ടെന്നാൽ ഈ രാത്രി തന്നെ വിശ്വസിക്കാത്ത എല്ലാ കടിഞ്ഞൂലുകളെയും സംഹരിക്കുവാനായി ദൈവം തന്റെ സംഹാരകനെ അയക്കും. രക്തം കാണുന്ന ഭവനത്തെ അവൻ കടന്നുപോകും. ഇത് നമ്മുടെ ദിവസങ്ങളുടെ തുടക്കമാണ്. എല്ലാ വർഷവും ദൈവം ഫറവോന്റെ കയ്യിൽ നിന്നും നമ്മളെ വിടുവിച്ചതിനെ ഓർത്ത് നാം ആഘോഷിക്കും. അപ്പ, ആ നിലവിളി കേൾക്കൂ. സംഹാരകൻ കടന്നു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയപ്പെടേണ്ട, നാം ദൈവത്തെ അനുസരിച്ചിട്ടുണ്ട്. രക്തം കട്ടിലക്കാലിന്മേലുണ്ട്. നാം ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കുകയാണ്. എന്റെ മകൻ മരിച്ചുപോയി. ഓ ദൈവമേ, എന്തെങ്കിലും ചെയ്യണമേ. മോശയെ വിളിക്ക്. ക്ഷമിക്കണം, വളരെ താമസിച്ചുപോയി. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്, പക്ഷേ നിങ്ങൾ സ്വീകരിച്ചില്ല. ഇന്ന് രാത്രി അനേകർ മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. വേണ്ട, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ്, അയ്യോ! സംഹാരകൻ ആ പട്ടണത്തിലൂടെ അന്ന് രാത്രി കടന്നുപോയപ്പോൾ ആയിരങ്ങൾ മരണമടഞ്ഞു. വിശ്വസിക്കുകയും കട്ടിളക്കാലിന്മേൽ രക്തം പുരട്ടുകയും ചെയ്തവർ ജീവിച്ചു. ഞങ്ങളുടെ മകൻ മരിച്ചു. വേഗം മോശ ഉടൻ വരാൻ പറയൂ. എന്താ സംഭവിച്ചത്? ഇവൻ അവന്റെ കുടുംബത്തിലെ ആദ്യജാതനാണ്. ഫറവോൻ പിന്നെയും മോശയെ വിളിച്ചു. എന്നാൽ ഫറവോൻ മോശയുടെ മുഖത്ത് നോക്കിയില്ല. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എല്ലാ എബ്രായരെയും കൂട്ടിക്കൊണ്ട് ഈജിപ്ത് വിട്ട് പുറപ്പെട്ടു പോകുക. നിങ്ങളുടെ ദൈവമായ യഹോവ എനിക്ക് സഹിക്കാവുന്നതിലും അധികമാണ്. നിങ്ങൾ പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ് എന്നെ അനുഗ്രഹിക്കൂ. ദൈവം അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞതുപോലെ 400 വർഷങ്ങൾക്ക് ശേഷം അവർ ഈജിപ്ത് വിട്ട് പുറപ്പെട്ടു. ഈജിപ്തുകാർ അവർക്ക് കൊണ്ടുപോകാവുന്ന കാര്യങ്ങളും സ്വർണവും വെള്ളിയും ആഭരണങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയും കൊടുത്തയച്ചു. എബ്രായ കുഞ്ഞുങ്ങൾക്ക് ഇത് ആഘോഷത്തിന്റെ ദിവസമായിരുന്നു. ഒരു പുതിയ ദേശത്തിന്റെ ആദ്യ ദിനം. 600,000 പുരുഷന്മാരും അതിനൊപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ ഈജിപ്ത് വിട്ട് പുറപ്പെട്ടു. ദൈവം പകൽ സമയത്ത് അവരെ മേഘസ്തംഭത്തിന്റെ തണലിൽ നടത്തി. രാത്രി അവർക്ക് വെളിച്ചം പകരുവാൻ അഗ്നിസ്തംഭവും നൽകി.